നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് വേണ്ടല്ലോ. ഐ ലവ് മൈസെൽഫ്, സോ ഐ ഹാവ് ഹെയർ. പാരമ്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിയും എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞു. അധികം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. ചിലർ പറയൂ അതൊക്കെ നമ്മളെ ഇഷ്ടമല്ലേ. അതെ, ശരീരത്തിനൊരു ഫിസിയോളജി ഉണ്ട്. പല്ല് വരേണ്ട സമയത്ത് പല്ല് വരണ്ടേ. എങ്ങനെയെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിലേക്ക് എത്തണം, എന്നിട്ട് വേണം നല്ലോണം പോലെ ജീവിക്കാൻ, അല്ലേ? നമ്മളെ മലയാളികളെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് വരും? കഷണ്ടി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെൽഫ് ലവ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ചിലപ്പോൾ ഒരു കഷ്ണം ബണ്ണായിരിക്കും കഴിക്കുക. ബ്രേക്കപ്സ് ഇഷ്ടം പോലെ വരും. എന്നിട്ട് അവർ ഭയങ്കര കുളമ്പ്, അതൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറയും. ഇതെന്ത് പേപ്പർ കീറുന്ന പോലെ ചെറിയ സാധനത്താ. അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ സ്നേഹിച്ച ആ കുട്ടീനെ ആയിരിക്കാം. അപ്പൊ ആ കുട്ടി പോയോട് കൂടി തലേന്ന് എന്തും പോകും. എക്സാക്ട്ലി. അപ്പൊ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ്പിള്ളേരുടെ തലയിൽ മുടി പോകുമെന്ന് പറയുന്ന സത്യം. പൊസസീവ്നെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ? ഫ്രീഡം ഓഫ് റെസ്ട്രിക്ഷൻ. രണ്ടുപേർ സ്നേഹിക്കുമ്പോൾ ആ രണ്ടുപേര് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് സ്നേഹിക്കുന്നത്. പറയുമ്പോൾ വിചാരിക്കും ഇതെന്താ ഡോക്ടറെ, താരൻ്റെ മുടി കൊഴിച്ചു ടെൻഷൻ കാരണം മാത്രം. ഇറ്റ്സ് നോട്ട് ടെൻഷൻ, ഇറ്റ്സ് യുവർ ലൈഫ്. നടക്കുന്നതും ഓടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്നാ ചോദിക്കാം. തലേൻ്റെ മുകളിൽ നിന്ന് മുടി കൊയ്യുന്നുണ്ട്, താരം വരുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാംപൂസും ഓയിൽസും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. പ്രശ്നമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സാക്ട്ലി അട്ട ഫൂളിഷ്നെസ്. അവിടെ നിങ്ങൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഇടുമ്പോൾ ആ സ്കിന്നിൻ്റെ ലെയർ എന്താവും? ഇളക്കിക്കൊണ്ടേയിരിക്കും. അത് ബോഡി എങ്ങനെയായിട്ടാണ് കാണിക്കുക? താരനായിട്ടും മുടി കൊഴിച്ചിലായിട്ടുമാണ് കാണിക്കുക. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് സിക്സ് പാക്ക് എന്ന് ഒരു 10 വർഷം മുൻപ് നിവിൻ പോളി ചോദിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒരുപോലെ ഇപ്പോൾ വേദനിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലാണ്. എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത്? എങ്ങനെയാണ് മുടി കൊഴിയുന്നത്? മുടി കൊഴിയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊഴിഞ്ഞ മുടികൾ നമുക്ക് വീണ്ടും തലയിൽ കിളിർത്ത് വരും. ഒരുപാട് ഡൗട്ട്സാണുള്ളത്. ഈ ഡൗട്ടുകളൊക്കെ വളരെ നർമ്മത്തിൽ ചാലിച്ച് നമ്മളോട് സംസാരിക്കാൻ കൂടെയുള്ളത് സെലിബ്രിറ്റി കോസ്മെറ്റിക് കൺസൾട്ടൻ്റായ ഡോക്ടർ കമൽ മാധവാണ്. വെൽക്കം. ഹെയറിൻ്റെ ഡോക്ടർ ആയതുകൊണ്ടാണോ താങ്കൾക്ക് ഇത്രയും കൂടുതൽ മുടിയുള്ളത്? കാണാൻ കബീർ സിംഗിനെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഇന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് വേണ്ടല്ലോ. കഷണ്ടി ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാൾ കുറേ എക്സ്പ്ലനേഷനും സജഷൻസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ബിലീവ് ചെയ്യില്ലല്ലോ. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ എന്തെങ്കിലും മെഡിസിൻസ് തേച്ചിട്ട് വന്ന മുടിയൊന്നും അല്ല. പക്ഷേ ഐ ലവ് മൈസെൽഫ്, സോ ഐ ഹാവ് ഹെയർ. എൻ്റെ തലയിൽ മുടി നിൽക്കുന്നു. ജെനറ്റിക്സ് ആണോ? അപ്പോൾ പാരമ്പര്യമായിട്ട് ഒരു ഫേസിൽ, അതായത് നമ്മളിപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ ഫാമിലിയിൽ മാമാരൊക്കെ കഷണ്ടിയാണ്, അച്ഛൻ്റെ തലയിൽ മുടിയുണ്ട്. ഓക്കെ, അപ്പം മേ ഓർ മേ നോട്ട്, ഒന്നെങ്കിൽ കഷണ്ടി ആവാം, കഷണ്ടി. അപ്പം അധികം ആൾക്കാരും ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിയും എന്നുള്ളൊരു തോട്ടുണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞു. ഈ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ദേ ഹാവ് എ ഫീൽ ദാറ്റ് പാരമ്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിയും, കഷണ്ടിയാവും. അച്ഛൻ്റെ തലയിൽ മുടി ഇല്ലെങ്കിൽ എന്തായാലും മകനും കഷണ്ടിയാവും. ആ തോട്ട് വേണ്ട. എൻ്റെ എൻ്റെ തലയിൽ മുടിയില്ലേ, എനിക്ക് പാരമ്പര്യം ഉണ്ട്. ഓക്കെ, ഇതിനെക്കാട്ടും വലിയൊരു ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ സിബ്ലിംഗ് ആയ ബ്രദർ, ഹീസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹീസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ്. അപ്പം ആൾക്ക് ഉറക്കില്ല. അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഹീസ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് പ്രൊഫഷൻ. സെൽഫ് ലവ് കുറവാണ്. സ്വാഭാവികമായിട്ടും പാരമ്പര്യമുണ്ട്. അപ്പോൾ പാരമ്പര്യം അലോങ് വിത്ത് മെൻ്റൽ സ്ട്രെസ്, അപ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് കഷണ്ടി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെയർ ലോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെസ് ഓഫ് ദ പേഷ്യൻറ്റ്. ഇങ്ങനെ പറയാം. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്ക് എന്തുകൊണ്ടാണ് കഷണ്ടി കൂടുന്നതിനാണ്. ഇത്രയേ ഉള്ളൂ. അധികം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ എവ്രി വൺ ഹാസ് ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ. ഒരു ഫേസിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുക എനിക്ക് ഇങ്ങനെയാവണം, അങ്ങനെയാവണം.
ഇൻഫീരിയോറിറ്റി കോംപ്ലക്സസ്, ഒരാൾ വിചാരിച്ചതിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കും. ഇപ്പം കേരളം എന്ന് പറഞ്ഞാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എവറി പേഴ്സൺ ആർ ട്രൈങ് ടു ഗെറ്റ് അപ്ഡേറ്റഡ് ഇൻ ദംസെൽഫ്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്താവണം. ഇപ്പം വേറൊരാളൊരു വലിയ വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടും അത്ര തന്നെ വേണം. വേറൊരാൾക്ക് എക്സ്പെക്ടേഷൻ, വെൻ യു ലിവ് ഇൻ യുവർ എക്സ്പെക്ടേഷൻ, അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്, പ്രസന്റിലല്ല. അപ്പം പ്രസന്റിൽ ജീവിക്കാൻ കഴിയാത്ത ഒരാളെ ഇന്റേണലി ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റാണ് ഈ ഡാൻഡ്രഫും ഹെയർ ലോസും ഒക്കെ. അല്ലാതെ നമ്മൾ ഇഫ് യു ഡസൻ സീ വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളെ മുന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് എപ്പോഴാണ് റിയലൈസ് ചെയ്യുള്ളൂ? നമുക്കത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ള പയ്യന്മാർക്ക് എന്തുകൊണ്ടാണ് കഷണ്ടി കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കമ്പയറബിൾ ആണ്. ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു രക്ഷപ്പെടണം. അപ്പോൾ അവർ പ്രസന്റിനെക്കാട്ടിലും ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബെറ്റർ ടുമോറോ. നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ദേ ആർ ടേക്കിംഗ് ടു മച്ച് എഫേർട്ട്. ഇപ്പം ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പം കല്യാണം നടക്കേണ്ട സമയത്ത് കല്യാണം നടന്നിട്ടില്ലെങ്കിൽ മുടി കൊഴിയുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയൂ അതൊക്കെ നമ്മളെ ഇഷ്ടമല്ലേ എന്ന്. അതെ, ശരീരത്തിനൊരു ഫിസിയോളജി ഉണ്ട്. പല്ല് വരേണ്ട സമയത്ത് പല്ല് വരണ്ടേ? നടക്കേണ്ട സമയത്ത് നടക്കണ്ടേ? ഇതേപോലെ തന്നെ ബോഡി ബേസിക്കലി ഇറ്റ് വർക്ക്സ് അപ്പോൺ ദ ഫിസിയോളജി ആൻഡ് അനാട്ടമി. ആ അനാട്ടമി അല്ലെ ഫിസിയോളജി ബേസ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുമ്പോൾ ഓരോ മൈൽ സ്റ്റോൺസിന് ഓരോരോ ഏജ് ഗ്രൂപ്പിന് ഓരോരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡി അത് എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റാണ് ഈ ഹെയർ ലോസും ഡാൻഡ്രഫും. അത് ഇന്ന സ്ഥലങ്ങളിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതൽ അവരെന്താണോ ആഗ്രഹിച്ചത് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ദേ നെവർ ലവ് ദംസെൽഫ്. എങ്ങനെയെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിലേക്ക് എത്തണം, എന്നിട്ട് വേണം നല്ലോണം പോലെ ജീവിക്കാൻ. അല്ലേ? നമ്മളെ മലയാളികളെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ഞാൻ വിചാരിച്ചോടത്ത് ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് വേണം നല്ലോണം പോലെ ജീവിക്കാൻ. മറ്റവനൊരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കാട്ടും നല്ല വാങ്ങും. ഇപ്പം നമുക്ക് ഈ കാറിനെ കൊണ്ടുള്ള ഉപയോഗം എന്താ? വീക്കാൻ എല്ലാവർക്കും ഇതാക്കാം, അതല്ലല്ലോ കൺസേൺ. എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഇഫ് ഐ ആം ടേക്കിംഗ് കണ്ടിന്യൂസ് എഫേർട്ട് ലുക്കിംഗ് ദ പേഷ്യൻസ്, കുറേ പേഷ്യൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ എൻജോയ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഐ എൻജോയ്. പക്ഷെ ബോഡിക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ബോഡി ഫസ്റ്റ് താരനായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഡീസ്കമേഷൻ ഓഫ് സ്കിന്നാണ് ഇളകുന്നത്. പിന്നെ എങ്ങനെ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? വി ഗോ ഫോർ സൂപ്പർഫിഷ്യൽ കറക്ഷൻ. താരം വന്നു കഴിഞ്ഞാൽ കുറേ ഷാമ്പു അല്ലെങ്കിൽ ഓയിൽ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു ഫേസിലാണ് ചെറിയ രീതിയിൽ മുടികൊഴിച്ചിൽ വരിക. അപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണെന്ന് മാറ്റുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും പുറത്തുള്ള പ്രശ്നം അങ്ങോട്ട് തീർന്നാൽ മതി. സൂപ്പർഫിഷ്യൽ കറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സൂപ്പർഫിഷ്യൽ കറക്ഷനിൽ പോകുമ്പോൾ ഇന്റേണലി എന്തുകൊണ്ടാണ് എന്ന് മാറുന്നില്ല. അപ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് വരും? കഷണ്ടി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് കേരളത്തിനെക്കാട്ടിലും കൂടുതൽ അധികം ആൾക്കാർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ, അതായത് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് പോകുമ്പോൾ. ഗൾഫിലുള്ള ആൾക്കാർക്ക് നല്ല മുടിയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരും ആ വെള്ളം തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ മുടി കൊഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഗൾഫ് പോകുന്ന ഒരു 70% ആൾക്കാരും നിവൃത്തികേട് കൊണ്ടാണ് പോകുന്നത്. ഇന്നബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഇവന് ഗൾഫ് പോയി അവിടെ അവർ ഏത് ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. അവിടെ അവർക്ക് എന്ത് മതി? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാം. അവിടെ സെൽഫ് ലവ് ഇല്ല. എക്സാക്ട്ലി, സ്ട്രെസ് അല്ല, ദർ ഇസ് നോ സെൽഫ് ലവ്. സെൽഫ് ലവ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ചിലപ്പോൾ ഒരു കഷ്ടം ബണ്ണായിരിക്കും കഴിക്കുക, എന്നിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ വർഷം പോകുമ്പോൾ ഒരു 3 വർഷം ആകുമ്പോഴേക്ക് നാട്ടിലെത്തുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്താ മോനെ മുടിയൊക്കെ പോയല്ലോ? അപ്പോൾ പറയും വെള്ളമാണെന്ന് പറയും. അല്ല, അത് ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ, ആ വെള്ളം ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർക്ക് മുടിയുണ്ട്.
എന്നാലും ഇവർ പറയുന്ന വെള്ളമാണ്. അങ്ങനെയല്ല. ദേ ആർ സാക്രിഫൈസിങ് ദംസെൽഫ്. അവരെ തന്നെ സാക്രിഫൈസ് ചെയ്യുക. എന്തിന്? ഫാമിലിക്ക് വേണ്ടി. അത് ശരീരം പുറത്ത് കാണിക്കുകയാണ്, താരനായിട്ടും മുടികൊഴിച്ചിലായിട്ടും. അപ്പം അവരും കൂടെ ഇഷ്ടപ്പെട്ട് അവർ ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ അവരെ തലയിൽ എന്തുണ്ടാവുള്ളൂ? മുടി ഉണ്ടാവുള്ളൂ. അത് അവരെ പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ ബോഡിക്ക് അത് കാണിക്കണ്ടേ? ഇപ്പം നമുക്ക് ഒരാളൊരു നുള്ളിക്കഴിഞ്ഞാൽ വേദന വരുന്നുണ്ടല്ലോ. ഒരാൾ ഒച്ച ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ വേദന ആൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ, അല്ലേ? എന്താ ഇഫ് എ പേഴ്സൺ പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിൻ ചെയ്യുന്ന പെയിൻ ആ ആൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. വേദന ആന്നറിയുമ്പോഴുള്ളൂ അത് ബാക്കിയുള്ളവർ അറിയുള്ളൂ, അല്ലേ? കരയാടെ കണ്ണുനീര് പുറത്ത് കാണൂല. ഇമോഷൻസ് ഇൻസൈഡ് അസ് ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റമാണ് താരനും മുടി കൊഴിച്ചിലും. അപ്പൊ കേരളത്തിലെ ആൺപിള്ളേരുടെ കഷണ്ടിക്ക് പിന്നിൽ സ്ട്രെസ്സും ടെൻഷനും സെൽഫ് ലവ് ഇല്ലായ്മയും എന്നാണോ ഡോക്ടർ പറയുന്നത്? എക്സാക്ട്ലി. മോർ ദാൻ ഓഫ് ദം ദേ ആർ ലവിങ് ദെയർ സറൗണ്ടിങ്സ്. അവരെക്കാട്ടിലും കൂടുതൽ അവരെ ചുറ്റുള്ളവരെയാണ് അവർ അവരെക്കാട്ടിലും കൂടുതൽ അവരെ ചുറ്റുള്ളവരെയാണ് അവർ സ്നേഹിക്കുന്നത്. അവിടെ ഇപ്പം അറിയാലോ ഇഷ്ടംപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ലവ് ഫെയിലിയർ, ബ്രേക്കപ്പ്. എങ്ങനെ ഈ ബ്രേക്കപ്പ് ഒക്കെ? എന്നിട്ട് അവൻ ഭയങ്കര കൂളായിട്ട് വന്നു. ഇപ്പം എൻ്റെ ക്ലിനിക്കിലൊക്കെ ഡെയിലി ഞാൻ നോക്കുമ്പോൾ റൂട്ട് കോസൊക്കെ ബ്രേക്കപ്പ്സ് ഇഷ്ടം പോലെ വരും. എന്നിട്ട് അവർ ഭയങ്കര കൂളായി, അതൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് അറിയോ. ഇതെന്ത് പേപ്പർ കീറുന്ന പോലെ ചെറിയ സാധനത്താ. ഇറ്റ്സ് എ ഇമോഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺ, ലവ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. അത് ഇൻ ബിറ്റ്വീൻ ദം ആ അണ്ടർസ്റ്റാൻഡിങ് അതാണ് പൊട്ടുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് എക്സ്ട്രീംലി ആയിട്ടും. പക്ഷേ അധികം മനുഷ്യന്മാരും ദേ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്രസ്. അവർ ഉള്ളിലുള്ള പ്രശ്നം പുറത്ത് കാണിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അപ്പം മറ്റുള്ളവരെ കൂടി കടിച്ചു പൊളിച്ചൊക്കെ നിൽക്കും. ഉള്ളു മൊത്തം കരയായിരിക്കും. ബിക്കോസ് ദേ വർ ലവിങ്. അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ സ്നേഹിച്ച ആ കുട്ടീനെ ആയിരിക്കാം. അപ്പം ആ കുട്ടി പോയോടുകൂടി തലേന്ന് എന്തും പോകും. എക്സാക്ട്ലി. എൻ്റെ പല വീഡിയോസിൻ്റെ അണ്ടറിലും അധികം ആൾക്കാർ പറയും, അയ്യോ അപ്പോൾ ഡോക്ടർ പറയുന്നത് ശരിയാ ഡോക്ടറെ, ആ പെണ്ണ് പോയപ്പോൾ എൻ്റെ മുടിയും കൊണ്ടിട്ടാ പോയതെന്ന് പറയും. അപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ്പിള്ളേരുടെ തലയിൽ മുടി പോകുമെന്ന് പറയുന്നത് സത്യം? എക്സാക്ട്ലി. ഇഫ് ഇറ്റ് ഈസ് സിൻസിയർ ആണെങ്കിൽ പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇമോഷൻ. ആ ഇമോഷനിൽ അവിടെ ഇഫ് ദേ ടു പേഴ്സൺസ് ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, അവിടെയാണ് എന്ത് വരുന്നത്? അഡാപ്റ്റേഷൻ വരുന്നത്. സ്നേഹിച്ച ഉടനെ അങ്ങോട്ട് പൊട്ടൂല. സ്നേഹം കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ അവർ തമ്മിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് കുറയുമ്പോൾ അവിടെ അഡാപ്റ്റേഷൻ വന്നു. അഡാപ്റ്റേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിൽ പ്രോബ്ലംസ് വരും, പൊസസീവ്നെസ് വരും. പൊസസീവ്നെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തായി? ഫ്രീഡം ഓഫ് റെസ്ട്രിക്ഷൻ വന്നു. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതാക്കരുത്, ഇത് ഇതാക്കരുത്, നീ ഞാൻ പറഞ്ഞ എന്താ കേൾക്കാത്ത, അങ്ങനെ കേൾക്കാത്തത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് പൊസസീവ്നെസ്. നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മൾ വേറൊരാളെ സ്നേഹിച്ചാൽ അവിടെ എന്തായി? അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ആൾക്ക് സഫഗേഷൻ ഫീൽ ചെയ്യും. സഫഗേഷൻ ഫീൽ ചെയ്താൽ എക്സാക്ട്ലി ബ്രേക്കപ്പ് വരും. എന്നും ഇപ്പോൾ ഒരാൾ പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, രണ്ടുപേർ സ്നേഹിക്കുമ്പോൾ ആ രണ്ടുപേർ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് സ്നേഹിക്കുന്നത്, അല്ലേ? അതേ ആൾക്കാർ തന്നെ ശത്രുക്കളായി പോകുന്നുണ്ട്. വൈ? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ. അതെങ്ങനെ? നമ്മൾ അങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും പറഞ്ഞു നടക്കുമോ? എടാ എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നും പറയൂല. നമ്മളതെങ്ങനെ അങ്ങോട്ട് മറക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പെട്ടെന്ന് മറക്കുമോ? അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അപ്പം താരം കൂടും, മുടി കൊഴിച്ചിൽ വരും. ഇത് പറയുമ്പോൾ വിചാരിക്കും ഇതെന്താ ഡോക്ടറെ, താരനോ മുടി കൊഴിച്ചു ടെൻഷൻ കാരണം മാത്രം. ഇറ്റ്സ് നോട്ട് ടെൻഷൻ, ഇറ്റ്സ് യുവർ ലൈഫ്. ജീവിതമാണ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ എക്സ്ട്രീംലി നമ്മൾ കൊളാപ്സ് ആവും. മൈൻഡ് ഇറ്റ്സ് പിയർ ഓഫ് ആക്ഷൻ. നല്ല മനസ്സുണ്ടെങ്കിലേ ഉള്ളൂ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മുന്നിലിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയുള്ളൂ. നല്ലോണം സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഇൻസൈഡ് us there should be some self love, ഇന്റേണൽ ഹാപ്പിനെസ് വേണം.
ഓർ നിങ്ങളെ മൈൻഡ് വേറെ ഏതോ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി യു ക്യാനോട്ട്, നിങ്ങൾ സംസാരിക്കാം പക്ഷേ ഉള്ളിൽ എന്തുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. പെർഫോം ചെയ്യാൻ മതിയാവും, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് ആർക്ക് വരും? നിങ്ങൾക്ക് വരും. പറഞ്ഞ പോയിന്റ് മനസ്സിലായി. നമ്മളെ മൈൻഡ് അവിടെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി കൺസപ്ഷൻ വരും. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഇടയിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒരു 2-3 തവണയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം ഫെയിലായ സിവിയർ ഹെയർ ലോസ് വരും. ഇപ്പോൾ PSC പോലുള്ള കോമ്പറ്റേറ്റീവ് ഒരു മാർക്കിന് 2 മാർക്കിനൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊളാപ്സ്ഡായി. പിന്നെ അവർക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയാം. ഞാൻ ഈ എക്സാം ചെയ്യുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഈ ഇപ്പോൾ പറയുമല്ലോ എക്സാമിനേഷൻ അരിയേഴ്സ്, ഡിഗ്രി BTech ഇങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അരിയേഴ്സ് വരാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, നടക്കുന്നതും ഓടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്നാണ് ചോദിക്കുക. നടക്കുന്ന സമയത്ത് കിതയ്ക്കൂല, ഓടുന്ന സമയത്ത് കിതയ്ക്കും. ഇതേപോലെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ കിതയ്ക്കുന്ന മാതിരിയാണ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ടു മച്ച് ഓഫ് എഫോർട്ട് ആൻഡ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിച്ചാൽ അത്ര കിതപ്പുണ്ടാവില്ല. കാരണം എന്താ, അവർ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. മറ്റേ ജയിച്ചില്ലെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് പേഴ്സൺ ടു അത് വിലയിരുത്താൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു മൂവ് ഫോർവേഡ് പ്രസൻറ്റിൽ നിന്ന് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ എന്താവും, നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വി വോണ്ട് ബി ഹാവിങ് ഹാപ്പിനെസ്. ഇഫ് ദർ ഇസ് നോ ഹാപ്പിനെസ് നമുക്ക് അഡാപ്റ്റേഷൻ വരും. അഡാപ്റ്റേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോഡിക്ക് പുറത്ത് കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇത്. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, മൂക്കൊലിച്ച് കഴിഞ്ഞാൽ കർച്ചീഫ് വെച്ചിട്ട് മൂക്കിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ മൂക്കൊലിപ്പ് മാറൂല. അങ്ങനെ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് നമുക്ക് അറിയണം. അതേപോലെ തലേൻ്റെ മുകളിൽ നിന്ന് മുടി കൊയ്യുന്നുണ്ട്, താരം വരുന്നുണ്ടെങ്കിൽ തലേൻ്റെ മുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷാംപൂസും ഓയിൽസും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്തോ ഒരു പ്രശ്നമുണ്ട് ഉള്ളിൽ. ആ പ്രശ്നമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഈ മുടി കൊഴിയുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഹെയർ ലോസിന്റെ ഷാംപൂ, ഹെയർ ലോസ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എക്സാക്ട്ലി അട്ട ഫൂളിഷ്നെസ്. പക്ഷേ ഈ പരസ്യത്തിലടക്കം നമ്മൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടോ, മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ ഹെയർ ലോസ് ഷാംപൂ, ആന്റി ഹെയർ ലോസ് ഷാംപൂ യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് അല്ലെങ്കിൽ ആൻറ്റി ഹെയർ ലോസ്, ഇത് നോർമൽ സ്കിന്നാണ്. സൂര്യൻ്റെ തലയിൽ ജസ്റ്റ് ഒന്ന് ഒരു നെയിൽ വെച്ച് ജസ്റ്റ് ട്രിഗർ ഇങ്ങനെ ഒന്ന് ഇതാക്കുക, ചുരണ്ട തൊലി ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ഈ സെയിം സ്കിന്നാണ് നിങ്ങളുടെ സ്കാൽപ്പിൽ. ആൻഡ് ദാറ്റ് യു കോൾ ഇറ്റ് ആസ് സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കാൽപ്പൽ സോറിയാസിസ്. നിങ്ങൾ പറയുന്ന ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരു സംഭവം എക്സ്റ്റേണലി ഫോംഡ് ഫോറിൻ ബോഡിയാണ്, പുറത്തുനിന്ന് വരുന്ന ഒരു ഡെഡ് സെല്ലാണ്. ഇത് ഷാമ്പൂ ഇട്ട് ഈ സ്കിന്നിൽ നിന്ന് നിൽക്കുമ്പോഴാണ് നോർമൽ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ അതോട് പോകും. പക്ഷേ സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കാൽപ്പൽ സോറിയാസിസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസ്കമേഷൻ ഓഫ് സ്കിന്നാണ് ഇളകുന്നത്. അവിടെ നിങ്ങൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഇടുമ്പോൾ ആ സ്കിന്നിൻ്റെ ലെയർ എന്താവും, ഇളകിക്കൊണ്ടേയിരിക്കും. പിന്നെ താരൻ മാറി, ഓ ഡോക്ടറെ താരനൊന്നുമില്ല എനിക്കിപ്പോൾ മുടി കൊഴിച്ചില്ലാന്ന് പറയും. ആരായി മണ്ടത്തനം ചെയ്യുന്നു? നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട മെയിൻ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി ഫോംഡ് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ, ശരീരം പുറത്ത് കാണിക്കാത്ത ഫിസിക്കൽ ഓർ മെൻ്റൽ ഡാമേജസ്, അത് ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന സിംപ്റ്റാണ് ഹെയർ ലോസും ഡാൻഡ്രഫും. ഇറ്റ്സ് നോട്ട് എ ഡിസീസ്, അത് ക്യൂറബിൾ അല്ല, അതൊരു സിംപ്റ്റാണ്. ഇനി പനി സൂര്യക്ക് വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി പല്ലുവേന വരില്ല എന്ന് പറയാൻ പറ്റുമോ? ദീസ് ഓൾ ആർ സിംറ്റംസ്. കണ്ണിന്ന് വെള്ളം വരില്ല എന്ന് പറയാൻ പറ്റുമോ? ടിയേഴ്സ്, ഇമോഷൻ വന്നാൽ വരും. ഇതേപോലെ വാട്ട് യു ആർ നോട്ട് എക്സ്പ്രസിങ്, അതെന്ത് ഫിസിക്കൽ ഡാമേജ്, ഇപ്പോൾ ഒരാഴ്ച പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ താരം കൂടും, നോർമൽ. അത് കഴിഞ്ഞായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഓയിലും ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ കുറയുന്നത്. എന്താ വെച്ചാൽ ഹെയർ ലോസും ഡാൻഡ്രഫും സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നാലെ തന്നെ മാറും. ബിക്കോസ് അതൊരു സിംപ്റ്റാണ്. അതിന് നിങ്ങൾ ഒരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു 10 വർഷം മുന്നേ വലിയൊരു ട്രോമ വന്നു. ഈ ട്രോമ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെസ് വന്നു, പിന്നെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വരിക.
അപ്പോൾ ആള് നോക്കുമ്പോൾ ആളുള്ളിൽ ദേ വിൽ ഹാവ് എ ഫെയിലിയർ തോട്ട്. അത് പുറത്ത് കാണിക്കോ? അപ്പം ഞാൻ സൂര്യനെ നോക്കി പറയാണ്, സൂര്യൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ വൻ പരാജയമായിട്ടാണ് തോന്നുന്നത് പറഞ്ഞാൽ സൂര്യ സംഭവിക്കുമോ? ഇല്ല. ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് ദം, അത് ബോഡി എങ്ങനെയായിട്ടാണ് കാണിക്കുക? ധാരണായിട്ടും മുടികൊഴിച്ചിലായിട്ടുമാണ് കാണിക്കുക.